നമ്മുടെ ഈ ഒരു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ബിഹൈൻഡ് മൂവ്മെന്റ്, ചലനങ്ങൾക്ക് പിന്നിൽ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് മാത്രം നമ്മൾ ഈ ഒരു വീഡിയോയിൽ 15 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ വേഗം തന്നെ നോക്കാം. അതിൽ ആദ്യം തന്നെ മൈക്രോ ഓർഗാനിസംസ്, ആനിമൽസ്, പ്ലാന്റ്സിലുള്ള വ്യത്യസ്ത മൂവ്മെന്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് സൂക്ഷ്മജീവികൾ നമുക്കറിയാം ഫുഡ് വാക്യൂൾ വഴി അവരുടെ ഡൈജഷൻ നടത്തുന്നത്, സെല്ലിന്റെ ഉള്ളിലുള്ള മൂവ്മെന്റുകളൊക്കെ ഉള്ളൂ. ജന്തുക്കളിലേക്ക് വരുമ്പോൾ പലതരത്തിലുള്ള ലോക്കോമോഷൻ നമുക്ക് സാധ്യമാണ്. നമ്മൾ കഴിക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഇതെല്ലാം ആനിമൽസിൽ വരുന്ന മൂവ്മെന്റ് ആണ്. സസ്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവർക്ക് ഒരു ലോക്കോമോഷൻ ഇല്ല, പക്ഷെ അവരുടെ ബോഡിയിൽ പല മൂവ്മെന്റുകൾ ഉണ്ട്. സ്റ്റിമുലസിനനുസരിച്ചുള്ള മൂവ്മെന്റ്, വിത്ത് മുളയ്ക്കുന്നത്, ജെർമിനേഷൻ, പിന്നെ എന്താണ് മൂവ്മെന്റ് ഇൻ ലീവ്സ്, ഇതൊക്കെ എന്താണ് പ്ലാന്റ്സിൽ നടക്കുന്നതാണ്. ഇത്തരത്തിൽ വ്യത്യസ്തമായ മൂവ്മെന്റ് നമുക്ക് കാണാം. ഇനി ഇതിൽ എല്ലാ ഭാഗങ്ങളിലും മൈക്രോ ഓർഗാനിസം ആയിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, കുറച്ച് കോമൺ മൂവ്മെന്റ്സുകൾ നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ ഒന്നാം പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻ ഓഫ് വേസ്റ്റ്, വിസർജ്യങ്ങൾ പുറത്തോട്ട് കളയുന്നത്, വാതക സംവഹനം, ഗ്യാസസ് എക്സ്ചേഞ്ച്, പോഷക സംവഹനം, ന്യൂട്രീഷൻ, ഇതൊക്കെ കോമൺ ആയിട്ട് നടക്കുന്ന മൂവ്മെന്റുകളാണ്. അപ്പം ഇതാണ് അവിടെ നമ്മൾ പറയുന്നത്. ഇനി അത് കൂടാതെ നമ്മുടെ മനുഷ്യരിൽ നടക്കുന്ന കുറച്ച് മൂവ്മെന്റുകളെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ്. സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞാൽ കോശങ്ങൾ പദാർത്ഥങ്ങളുടെ വിതരണമാണ്. അത് കോശത്തിന്റെ ഉള്ളിൽ, കോശാന്തരത്തിനുള്ളിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ചലനമാണ് സൈറ്റോപ്ലാസ്മിക് സ്ട്രീമിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് സ്യൂഡോപോഡിയൽ ചലനമാണ്. നമ്മുടെ WBC എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ WBC ഒരു ഫോറിൻ അല്ലെങ്കിൽ ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ അതിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന ഒരു സ്യൂഡോപോഡിയൽ മൂവ്മെന്റ് ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. കപട പദങ്ങൾ ഉപയോഗിച്ച് ശ്വേത രക്താണുക്കൾ രോഗപ്രതിരോധം നടത്തുന്നത്. മൂന്നാമത്തേത് ഫ്ലജെല്ലാർ ചലനമാണ്. ഫ്ലജെല്ലാർ ചലനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പേമിന്റെ കേസ് പറയാം. സ്പേമിന് ഒരു ടെയിൽ ഉണ്ട്, ആ ടെയിൽ വെച്ചാണ് അതിന്റെ മൂവ്മെന്റ് നടത്തുന്നത്. അതിനെയാണ് നമ്മൾ ഫ്ലജെല്ലാർ മൂവ്മെന്റ് അല്ലെങ്കിൽ ഫ്ലജെല്ലാർ ചലനം എന്ന് പറയുന്നത്. ഇതേപോലെ വരുന്ന ഒന്നാണ് സീലിയറി മൂവ്മെന്റ്. സീലിയറി ചലനം അല്ലെങ്കിൽ സീലിയറി മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അണ്ടവാഹിയുണ്ട്, ഓവത്തിന്റെ ഉള്ളിൽ, അതായത് അണ്ടവാഹി എന്ന് പറഞ്ഞാൽ ഫെലോപ്പിയൻ ട്യൂബ്. ഈ ഫെലോപ്പിയൻ ട്യൂബിൽ ഇതുപോലെ സീലിയ പോലത്തെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ സീലിയാസ് കാണാം. അതിന്റെ മൂവ്മെന്റിനനുസരിച്ചാണ് ഓവത്തിന്റെ ചലനം നടക്കുന്നത്. അതാണ് സീലിയറി മൂവ്മെന്റ് അല്ലെങ്കിൽ സീലിയറി ചലനത്തിന് ഉദാഹരണം പറയുന്നത്. പിന്നെയുള്ളത് പേശി ചലനങ്ങളാണ്. നമ്മുടെ ബോഡി മൂവ്മെന്റ്, നമ്മുടെ കൈ അനക്കുന്നത്, കാലനക്കുന്നത്, ഓടുന്നത്, നടക്കുന്നത് ഒക്കെ എന്താണ് മസ്കുലാർ മൂവ്മെന്റ് ആണ്. ഇത് മനുഷ്യരിൽ നടക്കുന്ന വ്യത്യസ്ത മൂവ്മെന്റുകളാണ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആണ് മസ്കുലാർ ചലനം അല്ലെങ്കിൽ മസിൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതിലെ പ്രത്യേകത നമ്മുടെ മസിൽ സെല്ല് തന്നെയാണ്. മസിൽ സെൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആണ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെന്റ് ഓഫ് ദ ബോഡി. ഈ പേശി കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കും അല്ലെ, മസിൽ സെല്ല് കൊണ്ടാണ് മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രത്യേകമായിട്ടും അവർക്കുള്ളത് ആക്റ്റിൻ ആൻഡ് മയോസിൻ എന്നിട്ടുള്ള ചെറിയ പ്രോട്ടീൻ ഫിലമെന്റുകളാണ്. ഈ പ്രോട്ടീൻ ഫിലമെന്റുകൾ വെച്ചിട്ടാണ് നമ്മുടെ മസിൽ സെല്ല് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവയുടെ കോൺട്രാക്ഷൻ, റിലാക്സേഷൻ മൂലമാണ് മൂവ്മെന്റ് നടക്കുന്നത്. ഈ കാണുന്ന നീല കളറിലുള്ളതാണ് എന്ത്, നമ്മുടെ ആക്റ്റിൻ എന്ന് പറയുന്നത്. റെഡ് കളറിൽ കാണുന്നതാണ് മയോസിൻ. ഇവര് കോൺട്രാക്ട് ചെയ്യുന്നു, റിലാക്സ് ചെയ്യുന്നു. ഇതിന്റെ മൂവ്മെന്റ് അനുസരിച്ചാണ്, എല്ലാ പ്രോട്ടീനും മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയും അതുപോലെ തന്നെ റീഗെയിൻ ചെയ്യുന്നത് അതിന്റെ ഒറിജിനൽ പൊസിഷനിലേക്ക്. അപ്പൊ മസിൽ എന്ന് പറയുന്നത് സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേകത ഈ ആക്റ്റിൻ ആൻഡ് മയോസിൻ ഫിലമെന്റുകളാണ്. ഇനി നമുക്ക് മസ്കുലാർ ടിഷ്യൂസ് പഠിക്കാനുണ്ട്. നമ്മുടെ ശരീരത്തിൽ 3 മസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ പേശി കലകാനുള്ളത് സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ, കാർഡിയാക് മസിൽ. അപ്പം അതിനെക്കുറിച്ച് സ്കെലറ്റൽ മസിൽ എന്ന് പറഞ്ഞാൽ അസ്ഥിയോട് ചേർന്നിട്ടുള്ളതാണ്. അതിൽ സ്ട്രയേഷൻസ്, കുറുകെ വരകൾ നിങ്ങൾക്ക് കാണാം. ദണ്ഡാകൃതിയിലാണ് കാണുന്നത്. ബ്രാഞ്ചസ് ഒന്നുമില്ല. അത് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. രണ്ടാമത്തേതാണ് സ്മൂത്ത് മസിൽ അല്ലെങ്കിൽ മൃദുല പേശി. അവയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കഴിയും, വളരെ സ്മൂത്ത് ആണ്, സ്പിൻഡിൽ ആകൃതിയിലാണ് നമ്മൾ കാണുക. അതുമാത്രമല്ല അവർക്ക് സ്ട്രയേഷൻസ് ഇല്ല, ബ്രാഞ്ചസ് ഒന്നുമില്ല. കുറുകെ വരകളോ ശാഖ തിരിഞ്ഞൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഇവ നമ്മൾ കാണുന്നത് നമ്മുടെ സ്റ്റൊമക്കില്, ആമാശയ ഭിത്തിയില്, ബ്ലഡ് വെസൽ, രക്തക്കുഴലില്, അതുപോലെ ഇൻറ്റസ്റ്റൈനില്, ചെറുകുടലില്, പേശികളിലൊക്കെയാണ്. മൂന്നാമതായിട്ട് കാണുന്നത് കാർഡിയാക് മസിൽ അല്ലെങ്കിൽ ഹൃദയ പേശിയാണ്. ഹൃദയഭിത്തിയിലെ പേശികൾ എന്നാണ് പറയുക. ദണ്ഡാകൃതിയിലാണ് കാണപ്പെടുന്നത്, ശാഖകളായിട്ട് കാണപ്പെടുന്നു, അനൈച്ഛികമായി ഇവ പ്രവർത്തിക്കുന്നു. ഹൃദയഭിത്തിയിലാണ് ഈ പേശികളെ നമ്മൾ കാണുക. അപ്പൊ ഇവർ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ്. മൃദുല പേശിയും എന്താണ്, അനൈച്ഛിക പേശി അല്ലെങ്കിൽ ഇൻവോളണ്ടറി പേശിയാണ്. എന്നാൽ നമ്മൾ പറഞ്ഞ സ്കെലിറ്റൽ മസിൽ, അസ്ഥിപേശി എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആക്ഷൻസ് ആണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കോൺട്രാക്ട് ചെയ്യാൻ നമ്മുടെ കൈകളുടെ ചലനത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഫ്ലെക്സർ മസിലും എക്സ്റ്റൻസർ മസിലും.
ഈ മടക്കൽ പേശിയും നിവർത്തൽ പേശിയും അനുപൂരകമായിട്ട് സങ്കോചിക്കുകയും നിവരുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് കൈ മടക്കാനും നിവരാനും പറ്റുന്നത്. അപ്പൊ ഈ ഒരു ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കണം. അതിൽ കണക്ട് ചെയ്യുന്ന മസിലിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ എന്ന് പറയുന്നത്. അതനുസരിച്ചാണ് ഈ മൂവ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അസ്ഥികൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലിഗമെന്റും ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പം മടക്കൽ പേശിയും നിവർത്തൽ പേശിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നതിനനുസരിച്ചാണ് നമുക്ക് മടക്കാനും നിവരാനും പറ്റുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഹ്യൂമൻ സ്കെലിട്ടൺ, മനുഷ്യ അസ്ഥികൂടം. അസ്ഥികൂടത്തിന്റെ എണ്ണമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. അതിൽ നോക്കണേ, തലയോട് 21, മാറെല്ല് 1, വാരിയെല്ല് 24, നട്ടെല്ല് എന്ന് പറയുന്നത് 26, തോൾ വലയം 4, ശ്രോണി വലയം 2, കൈകൾ 60, കാലുകൾ 60. അപ്പൊ ഈ എണ്ണം എന്തായാലും പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ആക്സിയൽ സ്കെലിട്ടണും അപ്പൻഡിക്കുലാർ സ്കെലിട്ടണും ഉണ്ട്. ആക്സിയൽ സ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്സിസിലൂടെ കടന്നു പോകുന്നതാണ്. അതിൽ വരുന്നതാണ് നമ്മുടെ സ്കള്ള്, തലയോട്, സ്റ്റേർണം, മാറല്, പിന്നെ നമ്മുടെ റിബ്സ്, വാരിയല്, അതുപോലെ വെർട്ടിബ്രൽ കോളം, നട്ടെല്ല്. അതിന്റെ എണ്ണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിനോട് ജോയിൻ ചെയ്ത് വരുന്ന ബാക്കിയുള്ള അസ്ഥികളെയാണ് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ അല്ലെങ്കിൽ അനുബന്ധ അസ്ഥികൂടം എന്ന് പറയുന്നത്. അതിൽ വരുന്ന നമ്മുടെ കൈ, കാല്, പിന്നെ തോൾവലയം, ഷോൾഡർ ബോൺ, ഹിപ്പ് ബോൺസ്, ശ്രോണി വലയം ഒക്കെ വരുന്നത് അപ്പൻഡിക്കുലാർ സ്കെലിട്ടൺ ആണ്. അതിന്റെ എണ്ണമാണ് മിസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കണം. സ്റ്റേർണം 1, റിബ്സ് 24, വെർട്ടിബ്രൽ കോളം 26, പെക്ടറൽ ഗേർഡൽ 4, പെൽവിക് ഗേർഡൽ 2, ഫോർ ലിംബും ഹിഞ്ച് ലിംബും 60 വീതം. അപ്പം അത് കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കാം. പിന്നെ ബോണിന്റെ സ്ട്രക്ചറിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ബോണിന്റെ സ്ട്രക്ചറിൽ ഏറ്റവും പുറമേ ആയിട്ട് ഒരു ലെയർ ഉണ്ട്. അതിനെയാണ് നമ്മൾ പെരി ഓസ്റ്റിയം എന്ന് പറയുന്നത്. എന്താണ് പെരി ഓസ്റ്റിയം എന്ന് പറയുന്നത്? ബോൺ ഉണ്ടാക്കിയിരിക്കുന്ന സെൽ എന്ന് പറയുന്നത് ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ്. ബോണിന്റെ സെല്ലുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് എന്ത് നിർമ്മിക്കുന്നത്? അസ്ഥിക്ക് നമ്മൾ പറയുന്ന വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, അതുപോലെ ദൃഢമാക്കാനൊക്കെ സഹായിക്കുന്ന ഓസ്റ്റിയോബ്ലാസ്റ്റ് സെല്ലുകളാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലെ രക്തക്കുഴലുകൾ കാണാം. അസ്ഥിയുടെ ഉള്ളിൽ എന്തുണ്ട്? രക്തക്കുഴലുകൾ കാണാൻ കഴിയും. ഇനി കാർട്ടിലേജ് എന്ന് പറയുന്നത് മറ്റൊരു അസ്ഥിയാണ്. സാധാരണ അസ്ഥികളാലും കുറച്ചുകൂടെ സോഫ്റ്റ് ആൻഡ് അതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, നമ്മുടെ ചെവിയില്, മൂക്കിന്റെ അറ്റത്ത്, അതുപോലെ നമ്മുടെ ജോയിന്റുകളിൽ കാണാൻ കഴിയുന്നതാണ് തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ്. എവിടെയൊക്കെ കാണുന്നു എന്ന് ചോദിക്കാം. എൽബോ, നീസ്, ആംഗിൾസ്, ടിപ്പ് ഓഫ് റിബ്, വെർട്ടിബ്രൽ കോളം, പിന്ന, ടിപ്പ് ഓഫ് നോസ് ആൻഡ് ട്രക്കിയ. നമ്മുടെ വാരിയെല്ലുകളുടെ അഗ്രങ്ങളിലും നട്ടലിലെ കശേരുക്കളുടെ ഇടയിലും, ചെവിക്കുട, മൂക്കിന്റെ അഗ്രഭാഗം, ശ്വാസനാളത്തിലൊക്കെ ആയിട്ട് നമുക്ക് എന്ത് കാണാം? കാർട്ടിലേജ് കാണാം. ആൻഡ് ഇവരെന്ത് ചെയ്യുന്നു? ജോയിന്റ്സിന്റെ ഇടയിൽ, ബോണിന്റെ അറ്റത്തൊക്കെ ഇവരെ കാണാം. എന്തിനു വേണ്ടി? ഫ്രിക്ഷൻ. ഇറ്റ് റെഡ്യൂസ് ഫ്രിക്ഷൻ ഇൻ ദ ജോയിന്റ്സ്. അസ്ഥിസന്ധികളിലെ ഘർഷണം കുറയ്ക്കാൻ ആര് സഹായിക്കുന്നു? കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്ഥി സഹായിക്കുന്നുണ്ട്. ഡ്യൂ ടു ആബ്സെൻസ് ഓഫ് ബ്ലഡ് വെസൽ ദെയർ ഗ്രോത്ത് ഈസ് സ്ലോർ. ഇവര് നമുക്ക് എന്ത് കാണാൻ കഴിയില്ല? രക്തക്കുഴലുകൾ കാണാൻ കഴിയില്ല. അതുകൊണ്ട് ഇവരുടെ വളർച്ച വളരെ സാവധാനമാണ് നടക്കുക. ഇനി മറ്റ് ജീവികളിലെ നമ്മുടെ എൻഡോസ്കെലറ്റനും എക്സോസ്കെലറ്റൻ സ്കെലറ്റൽ സിസ്റ്റം പല വിധത്തിൽ കാണാം. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 1 ഹൈഡ്രോസ്കെലറ്റൻ, 2 എക്സോസ്കെലറ്റൻ, 3 എൻഡോസ്കെലറ്റൻ. മണ്ണിരയിലൊക്കെ കാണുന്നതാണ് ഹൈഡ്രോസ്കെലറ്റൻ. അവരുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ഫിൽഡ് മെംബ്രെയിൻസ് ആണ്, ദ്രാവകം നിറഞ്ഞ അറകളാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ഹൈഡ്രോസ്കെലറ്റൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനെ വളഞ്ഞു പോകാനൊക്കെ കഴിയും. രണ്ടാമത്തേതാണ് എക്സോസ്കെലറ്റൻ. നമ്മുടെ പുൽച്ചാടിയില്, പാറ്റയില്, അതുപോലെ ഞണ്ട്, അതുപോലെ ഓയിസ്റ്റേഴ്സിലൊക്കെ കാണുന്ന, പുറമേ കാണുന്നതിനെയാണ് എക്സോസ്കെലറ്റൻ എന്ന് പറയുന്നത്. കാൽഷ്യം കാർബണേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ ഞണ്ടുകളില്, മസിൽസിലൊക്കെ കാണുന്നത്. പാറ്റയില്, പുൽച്ചാടിയിലൊക്കെ കാണുന്നത് കൈറ്റിൻ കൊണ്ടുള്ള ബാഹ്യാവരണമാണ്. നമ്മുടെ ശരീരത്തിലുള്ളത്, ശരീരത്തിന്റെ അകത്താണ് അസ്ഥി. അതിനെയാണ് എൻഡോസ്കെലറ്റൻ എന്ന് പറയുന്നത്. കാർട്ടിലേജ്, ബോൺസ് ഒക്കെ ചേർന്ന്, അസ്ഥികളും അസ്ഥിസന്ധികളും തരുണാസ്ഥികളും ഒക്കെ ചേർന്നിട്ടാണ് എൻഡോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ജോയിന്റ്, അസ്ഥികൾ കാണാം. ഇവിടെ ജോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റ്. പിന്നെ ക്യാപ്സ്യൂള് കാണാൻ കഴിയും. ക്യാപ്സ്യൂളാണ് ഇതിനെ പൊതിഞ്ഞ് നിൽക്കുന്ന ഭാഗം. പിന്നെ സൈനോവിയൽ ഫ്ലൂയിഡ് കാണാം. സൈനോവിയൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? 2 ബോണുകൾ, അസ്ഥികളുടെ ഇടയിലെ ഫ്രിക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതിന് സൈനോവിയൽ ഫ്ലൂയിഡ് സൈനോവിയൽ സെൽ അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ജോയിന്റുകൾ നമുക്ക് 4 തരമാണ് പഠിക്കാനുള്ളത്. പിവറ്റ് ജോയിന്റ്, ബോൾ ആൻഡ് സോക്കറ്റ്, ഹിഞ്ച് ജോയിന്റ്, ഗ്ലൈഡിംഗ് ജോയിന്റ്. പിവറ്റ് ജോയിന്റ് നമ്മുടെ കഴുത്തിലാണ് കാണപ്പെടുന്നത്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ് എല്ലാ തരത്തിലുള്ള ചലനം സാധ്യമാക്കുന്നു. ഈ ഷോൾഡറിൽ, ഹിപ്പിലൊക്കെയാണ് നമ്മൾ കാണാം. വിജാഗിരി സന്ധിയാണ് നമ്മുടെ എൽബോയിലെ, നീ, മുട്ടിലൊക്കെ കാണുന്നത്. തെന്നി നീങ്ങുന്ന സന്ധി നമ്മുടെ റിസ്റ്റിൽ, അതുപോലെ ആംഗിളിലൊക്കെ കാണുന്നതാണ് ഗ്ലൈഡിംഗ് ജോയിന്റ് അല്ലെങ്കിൽ തെന്നി നീങ്ങുന്ന സന്ധി. പിന്നെ അസ്ഥികളെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങൾ പഠിക്കാനുണ്ട്. ഓസ്റ്റിയോപൊറോസിസ്, കാൽഷ്യം, വിറ്റാമിൻ, പ്രോട്ടീന്റെ അളവ് കുറയുന്നത് മൂലം അസ്ഥികളിൽ സുഷിരങ്ങൾ വീഴുന്നത്,
പോറസ് ആവുന്നതിനെയാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. പിന്നെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദന വരുന്നതാണ്. കാർട്ടിലേജ് തരുണാസ്ഥി നശിച്ച് അല്ലെങ്കിൽ സൈനോവിയൽ മെംബ്രെയിൻ ഒക്കെ നശിക്കുന്ന ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യുന്നു ബാധിക്കുന്നതാണ് ഈ ഒരു റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് മസ്കുലാർ ഡിസ്ട്രോഫി. ജീനുകളുടെ തകരാറ് മൂലം എന്ത് ചെയ്യും, മസിൽസ് വീക്കാവും, ക്ഷയിക്കാൻ തുടങ്ങും. അതിനെയാണ് മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. നാലാമത്തേത് സ്ട്രെയിൻ ആണ്. ലിഗമെന്റ് പൊട്ടുക അല്ലെങ്കിൽ വലിയുക മൂലം ഉണ്ടാകുന്നതാണ് സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക്. അപ്പൊ എന്ത് ചെയ്യും, അവിടെ ബ്രൂസസ് ഉണ്ടാകും, ചതവുണ്ടാകും, വേദനയൊക്കെ ഉണ്ടാകും. അതിനെയാണ് നമ്മൾ സ്പ്രെയിൻ അല്ലെങ്കിൽ ഉളുക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ്സിലെ മൂവ്മെന്റ് ആണ്. രണ്ട് തരത്തിലുള്ള മൂവ്മെന്റ് ആണ് പ്ലാന്റ്സിലുള്ളത്. ഒന്ന് ട്രോപ്പിക്കൽ മൂവ്മെന്റ്, രണ്ട് നാസ്റ്റിക് മൂവ്മെന്റ്. ട്രോപ്പിക്കൽ ചലനം എന്ന് പറഞ്ഞാൽ ഒരു ദിശയ്ക്ക് അനുസരിച്ച്, ഒരു ഡയറക്ഷൻ, ഒരു സ്റ്റിമുലസിന് അനുസരിച്ച് പോകുന്ന മൂവ്മെന്റ് ആണ്. നാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. ട്രോപ്പിക്കൽ മൂവ്മെന്റ് നിങ്ങൾ ഉദാഹരണം പഠിക്കുന്നത് ലൈറ്റിന് നേരെ പോകുന്നത് ഫോട്ടോട്രോപിസം. സ്റ്റെം ഒരു എക്സാമ്പിൾ ആണ്, പോസിറ്റീവ് ട്രോപിസം കാണിക്കും. റൂട്ട് എതിരെ പോകുന്നതുകൊണ്ട് നെഗറ്റീവ് ഫോട്ടോട്രോപിസം ആണ്. ജിയോട്രോപിസം എന്നാൽ ഗ്രാവിറ്റിക്ക് നേരെ ചലിക്കുന്നത്. റൂട്ട് ഗ്രാവിറ്റിക്ക് നേരെയാണ്, സോ പോസിറ്റീവ് ജിയോട്രോപിസം ആണ്. സ്റ്റെം എതിരെയാണ്, സോ നെഗറ്റീവ് ജിയോട്രോപിസം ആണ്. പിന്നെ ഹൈഡ്രോട്രോപിസം ഉണ്ട്. ഹൈഡ്രോട്രോപിസം എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് നേരെ, ജലത്തിന് നേരെ. അപ്പൊ റൂട്ട് ജലത്തിന് നേരെ ആയതുകൊണ്ട് പോസിറ്റീവ് ഹൈഡ്രോട്രോപിസം കാണിക്കും. പിന്നെ സ്പർശക ട്രോപിക് ജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈംബേഴ്സ്, ഈ പറയുന്ന ഇത്തൽ കണ്ണികൾ അല്ലെങ്കിൽ പയറിന്റെ ഒക്കെ വള്ളികൾ എന്ത് ചെയ്യും, ആ ടച്ചിനനുസരിച്ച് നീങ്ങുന്നതാണ് ഹാപ്റ്റോട്രോപിസം. പിന്നെ രാസട്രോപിക് ജലം എന്ന് പറഞ്ഞാലോ കെമിക്കൽ, പോളൻ ട്യൂബ് ജെർമിനേഷൻ ആണ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു പോളൻ ട്യൂബ് ആ കെമിക്കലിന് നേരെയാണ് ചലിക്കുന്നത്. അത് ഈ ഒരു ചലനമാണ് രാസട്രോപിക് ചലനം, കീമോട്രോപിസം. ഓരോന്നിന്റെയും എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഫോട്ടോട്രോപിസം, ജിയോട്രോപിസം, ഹാപ്റ്റോട്രോപിസം, ഹൈഡ്രോട്രോപിസം, അതുപോലെ തന്നെ എന്താണ് കീമോട്രോപിസം, രാസട്രോപിക് ചലനം. പിന്നെയുള്ളതാണ് നാസ്റ്റിക് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ഷനോ സ്റ്റിമുലസിനൊന്നും നേരെയല്ല. അവരെന്താ തൊട്ടാവാടിയിൽ തൊടുമ്പോൾ ഇലകൾ കൂമ്പുന്നത്, ഇരുട്ടുമ്പോൾ ഇലകൾ കൂമ്പുന്നത്, പൂമുട്ടകൾ വിരിയുന്നത്, ഇരപിടിയൻ സസ്യങ്ങളുടെ ചലനങ്ങൾ, ഇൻസെക്ടിവോറസ് പ്ലാന്റ് ചലിക്കുന്നത്, ഇതൊക്കെ എന്താണ് നാസ്റ്റിക് മൂവ്മെന്റ് ആണ്. സോ ഇത്രയും ചലനങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ബോഡി മൂവ്മെന്റ്സ് നമ്മൾ വ്യത്യസ്ത രീതിയിൽ പഠിച്ചിട്ടുണ്ട്. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം. ഇതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. സോ എല്ലാവരും കറക്റ്റ് ലൈവിൽ വരിക. അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളെ രാവിലെ. അവിടെയും നിങ്ങൾക്ക് വേണ്ട ഷോർട്ട് ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതാണ്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കും കമന്റ്സും കമന്റ് ബോക്സിൽ അറിയിക്കാം. റൂട്ട് കാണിക്കുന്ന ട്രോപ്പിസം ഏതൊക്കെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് ട്രോപ്പിസം ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ കമന്റും കൂടി ചെയ്ത് പഠിക്കുക. സോ ഓൾ ദി ബെസ്റ്റ്, ബൈ.